എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട്. അതെല്ലാവരും ഒന്ന് കൃത്യമായിട്ട് കാണുക, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ഇന്നത്തെ വിഷയവും നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റായ സേവ് ആപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ വിവരണമാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമെന്നല്ല അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് സേവ് ആപ്പിനെ കാണാം. എന്താണ് സേവ് ആപ്പ്, എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് നമ്മുടെ കമ്പനി, എന്താണ് കമ്പനിയുടെ പ്ലാൻ, എന്തൊക്കെ കമ്പനി നമുക്ക് തരുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് ഞാനൊന്ന് പറയാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം. ഇത് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുറച്ചായിട്ടെങ്കിലും കേട്ട് നമ്മുടെ കമ്പനിയെ പറ്റി മുഴുവൻ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം, അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിച്ചതിന് ശേഷമല്ല, ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ബിസിനസ്സാണ്. ഞാൻ മുന്നേ അവതരിപ്പിച്ചതുപോലെ ഒരു MLM എന്നുള്ളതും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളതും എന്തുകൊണ്ട് നിങ്ങളും ചെറുപ്പക്കാരും ഇതിൻ്റെ സത്യത്തിലുള്ള നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വരുന്നില്ല എന്നതും എൻ്റെ ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാൻ ഒന്ന് വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ കമ്പനി പറയുന്നത് എന്താണ്? നമ്മുടെ 26 വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നമ്മുടെ സേവ് ആപ്പ് എന്ന ഈ ഒരു IT പ്രൊഡക്റ്റ് നമുക്ക് മുന്നിൽ മാർക്കറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 1998 ഇത് ഒരു പാർട്ട്ണർഷിപ്പ് ഫാമോടുകൂടി ആരംഭിച്ചു. 2008 ഇത് കോപ്പറേറ്റീവ് കമ്പനിയായി മാറി. ERP സോഫ്റ്റ്വെയർ ഓൾറെഡി ഇന്ത്യ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് കസ്റ്റമൈസ് ചെയ്തു കൊടുത്തുകൊണ്ട്, സർവീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ ഒരു കമ്പനിയുടെ തന്നെ 100% നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. മൊബൈൽ വേർഷനായിട്ടാണ് അത് തന്നിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ വേർഷൻ എന്ന് പറയുമ്പോൾ 16 ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ 16 ഫീച്ചേഴ്സും ഒറ്റ ക്ലിക്കിൽ, ഒറ്റ ഡൗൺലോഡിങ്ങിൽ, അതും നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ റഫറൽ ലിങ്ക് ഉപയോഗിച്ചാണ് നമുക്കിതിലേക്ക് കടന്നു വരാൻ പറ്റുക. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കമ്പനിയെപ്പറ്റി ഏകദേശം ഒരു ധാരണയുണ്ടാകും നിങ്ങൾക്ക്. നിങ്ങളുടെ save my.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് അക്കൗണ്ടിങ് ആണെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം അക്കൗണ്ടിങ്. സാധാരണ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്കറിയാം സിസ്റ്റം ത്രൂ അക്കൗണ്ടിങ് നടത്തുന്നുണ്ട്. അതിലേക്ക് അവർ എന്തിനു വേണ്ടി ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ, അവർക്ക് അവരുടേതായ സിസ്റ്റം ത്രൂ നമുക്ക് മാൻ മാനേജ്മെൻറ്റിനേക്കാളും കൂടുതൽ ഒരു IT പ്രൊഡക്റ്റ്, അത് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിലൂടെ അവർക്ക് കുറേ ലാഭങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടിയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെയും നമ്മുടെ ആപ്ലിക്കേഷൻ സേവ് ആപ്പ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടി? പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്പാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അത് തുടങ്ങണം, നമ്മുടെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതും വരുന്നതും എത്രയാണെന്ന് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് ഉണ്ടായാൽ നമുക്കൊരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ധനികർ എന്നുള്ള കാറ്റഗറി, 95% സാധാരണക്കാരാണെങ്കിൽ 5% മാത്രമേ ധനികർ കാറ്റഗറിയിലുള്ളൂ. ആ കാറ്റഗറിയിലേക്ക് നമുക്ക് ചുവട് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കണം. അതിന് മണി മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. സാമ്പത്തിക ഫ്രീഡത്തിൽ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു അടുക്കും ചിട്ടയോടുള്ള ജീവിതമായിരിക്കണം. എന്ത് കാര്യങ്ങളും കൃത്യതയോടുകൂടി മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ നിന്നുണ്ടാക്കിയെടുക്കണം. ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ് ഉണ്ട്, മൈ ഡയറി, ലാബിലിറ്റി, വിസിറ്റിംഗ് കാർഡ്, ബഡ്ജറ്റ്, മൈ ടാസ്ക്, ഇൻഷുറൻസ്, പാസ്വേഡ് മാനേജർ, വാലറ്റ്, അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡോക്യുമെൻറ്റ് മാനേജർ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെയൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട മൊബൈൽ ഫോൺ, അതായത് കോൺടാക്റ്റ് നമ്പർ ഇതിലേക്ക്
ആഡ് ചെയ്യാം. അതിന് പുറമെ നമുക്കിപ്പോൾ ഒരു പുതുതായിട്ട് ഒരു മൊബൈൽ റീചാർജും DTHും വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അതിൽ ബിൽ പേയ്മെൻറ്റും കൂടി നമുക്ക് ആഡ് ആവുന്നതാണ്. ഒരു അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് അതെല്ലാം എൻജോയ് ചെയ്യാം. ഇത്രയും ഫീച്ചേഴ്സ് ഒരുമിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഡെമോ ആയിട്ട് ഒരു മാസം നമുക്ക് ഉപയോഗിക്കാം. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. 4719 രൂപ കൊടുത്തത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരു ആക്റ്റീവ് മെമ്പേഴ്സ് ആവും. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് മൊബൈൽ റീചാർജും DTHും നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. അതിലൂടെ നമുക്ക് കമ്പനിക്ക് എയർടെൽ, ഐഡിയ, വോഡഫോൺ ഒക്കെ ഒരു കമ്പനിക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു % നമ്മളെ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തു വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നവർക്ക് അതും എൻജോയ് ചെയ്യാം. ഇതിലേക്ക് ഒരു ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ, അത് ഒരു ആക്റ്റീവ് മെമ്പേഴ്സായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ അവർക്ക് 2% ആയ ഒരു മൊബൈൽ റീചാർജ് വരുമാനം അങ്ങനെ എൻജോയ് ചെയ്യാം. അതല്ലാണ്ട് ഒരു 4 തരം വർക്കിംഗ് ഇൻകം നമ്മുടെ കമ്പനി ഇതിലൂടെ തരുന്നുണ്ട്. ടോട്ടൽ 5 ഉണ്ട്. അതൊന്ന് ഫ്രീ രജിസ്റ്റർ ചെയ്തവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ റീചാർജ് വരുമാനമാണ്. അത് 20 ലെവലായിട്ട് 1% ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് വരുന്നവർക്കും ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് വരുന്നവർക്ക് 2% അത് എൻജോയ് ചെയ്യാം. ഇതിനു പുറമെ നമുക്ക് ഒരു ഡിജിറ്റൽ വെബ് കാർഡ് നമുക്ക് കമ്പനി സ്വന്തമായിട്ട് തരുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും അവർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈഫ് ടൈം ഉപയോഗിക്കാം. അതിന് പുറമെ ഈ മിനി വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. ലോഗോ അതിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ 4 വീഡിയോ അപ്ലോഡ് ചെയ്യാം. 12ഓളം ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ എത്തിക്കാനുള്ള ഒരു മിനി വെബ്സൈറ്റ് നമുക്ക് ഈ 4719 രൂപ പ്ലസ് GST, അതായത് ടോട്ടൽ 3999 പ്ലസ് GST കൊടുത്താണ് നമ്മളിത് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് ലൈഫ് ടൈം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണ്. അതിൻ്റെ വരുമാനം സാധ്യത എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള വരുമാനമുണ്ട്. ഒന്ന് പേഴ്സണൽ സെയിൽസ് കമ്മീഷനാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര പേർക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് റെഫറൽ ഇൻകമായിട്ട് നിങ്ങൾക്ക് ഒരു 800 രൂപ ലഭിക്കും. ശേഷം ലെവലിംഗമായിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരു 13 ലെവലായിട്ട് നിങ്ങൾ ആർക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റെഫറൽ ചെയ്യുന്നു, റെഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ത്രൂ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൽ കമ്മീഷനായിട്ട് ഒരു 800 രൂപ. അതിനൊരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര വേണമെങ്കിലും ഡയറക്റ്റ് റെഫറൽ ചെയ്ത് 800 രൂപ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ലെവൽ ഇൻകം എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നുള്ള രീതിയിൽ 13 ലെവലായിട്ട് നമുക്ക് കമ്മീഷൻ തരും. ഫസ്റ്റ് ലെവൽ 50 രൂപയാണ്. ഫസ്റ്റ് നിങ്ങളൊരു 4 പേർക്ക് കൊടുത്തെങ്കിൽ അത് 50 രൂപ ക്രമത്തിൽ 200 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടും. ആ 4 പേരും അവരുടെ 4 പേർക്കോ 8 പേർക്കോ 16 പേർക്കോ ഓരോരുത്തരും കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സെക്കൻഡ് ലെവലായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു പോകുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രീതിയിൽ 13 ലെവലായിട്ട് 50, 10, 20, 30, 10, 20, 30 എന്ന രീതിയിൽ 13ാമത്തെ ലെവലിൽ 30 രൂപയാണ്. അതിൻ്റെ ഒരു സാധ്യത എന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ബൈനറി ആയിട്ട് കറക്റ്റ് പോവുകയാണെങ്കിൽ 242 കോടി വരെ നമുക്ക് എത്താം. അപ്പോൾ 242 കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു തമാശയായിട്ട് തോന്നും. സാധാരണ കറക്റ്റ് അത് ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് അത് 13 ലെവലായിട്ട് പോകുമ്പോഴുള്ള ഒരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. നെറ്റ്വർക്കേഴ്സ് ആണെങ്കിൽ അതിനെപ്പറ്റി യാതൊരു തരം കൺഫ്യൂഷനും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ആ 242 കോടിയിൽ എത്താൻ പറ്റില്ലെങ്കിൽ അതിന് 10%, 1% നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട്. അടുത്തത് ടീം ബിൽഡിംഗ് കമ്മീഷനാണ്. അത് പെർ മാച്ചിങ്ങിന് 400 ഒരു ആക്ടിവേഷന് 1 BV ആയിട്ടാണ് അത് കമ്പനി കാണുന്നത്. അങ്ങനെ 2 ഓർഗനൈസേഷനായിട്ട് അത് കമ്പനി നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, 2 ഭാഗത്ത് ബിസിനസ് നടക്കുകയാണെങ്കിൽ അവിടെ ഒരു മാച്ചിങ് നടക്കും. ആ മാച്ചിങ്ങിൽ 400 പെർ മാച്ചിങ്ങിന് ലഭിക്കും. ഒരു മാച്ചിങ്ങിൽ മാത്രം. അതിനൊരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ഒരു 25 ബൈനറി അവിടെ മാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു 10,000 അവിടെ ലിമിറ്റാണ് ഒരു ദിവസത്തേത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 600 വരെ എത്താനുള്ള 400, 600 എത്തണമെങ്കിൽ നമുക്ക് ക്ലബ് ബോണസായിട്ടൊക്കെ നമുക്ക് എക്സ്ട്രാ ലീഡേഴ്സിനുള്ള സഹായം പോലെ ഒരു 200 രൂപ അഡീഷണൽ തരാനുള്ള ഓപ്ഷനുമുണ്ട്. അത് നമ്മുടെ കൂടെ വരുന്നവരെയൊക്കെ നമ്മൾ ഓരോ റാങ്കിലേക്കും കൈപിടിച്ച് ഉയർത്തുകയാണെങ്കിൽ അങ്ങനെ അത് പെർസെൻറ്റേജ് കണക്കായിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരുന്നവർ ഓരോ റാങ്ക് കരസ്ഥമാക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ക്ലബ് ബോണസിലേക്ക് കിട്ടും. അങ്ങനെ
അങ്ങനെ 400 എന്നുള്ളത് 600ലേക്ക് എത്തും. ഡെയിലി അത് 15,000ത്തിലേക്ക് എത്തും. ഒരു മാസം നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയിൽ ഒരു ആക്ടിവേഷൻ എടുത്ത് പർച്ചേസ് ചെയ്ത് വന്നവർക്ക് മാത്രം ബിസിനസ് ഓപ്പർച്യൂണിറ്റി വക ഒരു മാസം 3 ലക്ഷം ഉണ്ടാക്കിയെടുക്കാം. അത് ക്ലബ് ബോണസിലേക്ക് നമ്മുടെ കൂടെ വന്നവരും ഇതേ രീതിയിൽ അച്ചീവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് 4.5 ലക്ഷം വരെ എത്തും. അപ്പോൾ ഇത് മാത്രമാണോ? ഇനി അടുത്തതാണ് ഭയങ്കരമായിട്ട് പറയാൻ പോകുന്ന ഒരു ഇൻസെൻറ്റീവായിട്ട് ഒരു 10 കോടി 14 റാങ്കുകളിലായിട്ട് 10 കോടി ഇൻസെൻറ്റീവ് മാത്രം ലഭിക്കും. വെറും 14 റാങ്കേ ഉള്ളൂ. 7 റാങ്ക് വരെ ഇപ്പോൾ ഓൾറെഡി കസ്റ്റമർ നമ്മുടെ കൂടെ വന്നവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. നമുക്ക് ഈ പറഞ്ഞ ബൈനറി 400 എന്നുള്ളത് 25 ബൈനറി അവിടെ മാച്ച് ചെയ്യുമ്പോഴാണ്. അവിടെ നിന്ന് 26 27 ആകുമ്പോൾ അവിടെ വാഷ് ഔട്ട് ആവാതെ ഇത് റാങ്ക് ഇൻസെൻറ്റീവിലേക്ക് മാറുകയാണ്. കാരണം ആദ്യത്തെ റാങ്ക് എത്താൻ വേണ്ടി വെറും 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവും. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയ വ്യക്തികൾക്ക് 4 BV മാച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു 500 അഡീഷണൽ ലഭിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് അടുത്ത റാങ്കിൽ എത്താൻ വേണ്ടതെന്നാണ് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് എത്താൻ 12 BV ആണ്, 12 ബൈനറി മാച്ച് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ 12 എന്ന് പറയുന്നത് എന്താണ്, 25 ഡെയിലി സീലിംഗ് ഉണ്ട്. അപ്പോൾ 26 27 ഒക്കെ കൂട്ടുമ്പോൾ അവിടെ നമ്മൾ റാങ്കും ഓട്ടോമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്ത് ഇൻസെൻറ്റീവ് എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. 800 മാച്ചിങ്ങിന് പുറമെ ഒരു എക്സ്ട്രാ 500 1000 രൂപ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് സെക്കൻഡ് റാങ്കിൽ. തേർഡ് റാങ്കിൽ നമ്മൾ എത്തുമ്പോഴേക്ക് നമുക്ക് അടുത്ത 2000 രൂപ, ഫോർത്ത് റാങ്കിൽ 4000 രൂപ, ഫിഫ്ത്ത് റാങ്കിലാണെങ്കിൽ 10,000 ആണ്, 6ാമത്തെ റാങ്കിലാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 20,000, 7ാമത്തെ റാങ്കിലാണെങ്കിൽ 40,000, 8ാമത്തെ റാങ്കിൽ 1.5 ലക്ഷം. അപ്പോൾ ഇതൊക്കെ റാങ്കിൽ നമുക്ക് അപ്പോൾ ബൈനറി ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് സ്പെഷ്യലായിട്ട് വേറെ തരുന്നു. അതിന് പുറമെ മാച്ചിങ്ങും ഡയറക്റ്റ് റെഫറലിൽ കിട്ടിയ കമ്മീഷനൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ടോട്ടൽ 14 റാങ്കിലായിട്ട് നമുക്ക് 10 കോടി വരെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് പുറമെ നമുക്ക് ഒരു ഇ-കാമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി നമ്മുടെ കമ്പനി അടുത്ത് തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ഓരോ ആൾ കടന്നു വരുമ്പോൾ ഒരു 500 പർച്ചേസിങ് പോയിൻ്റ് അവിടെ ക്രെഡിറ്റ് ആവുന്നുണ്ട് വാലറ്റിൽ. അതിന് പുറമെ സ്പോൺസർക്ക് ഒരു 100 വാലറ്റിലേക്ക് സ്പോൺസറുടെ വാലറ്റിൽ ഒരു 100 പോയിൻറ്റും ക്രെഡിറ്റ് ആവും. അപ്പോൾ ടോട്ടൽ അതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യാഷ് ചെയ്യാം. ഈ നമ്മുടെ ഇ-കോമേഴ്സ് ഇ-കാർട്ട് എന്ന പ്ലാറ്റ്ഫോം നമുക്ക് ലോഞ്ച് ആകുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഓരോ ആൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ 4500 പർച്ചേസിങ് പോയിൻ്റ് കിട്ടും. അതിനൊക്കെ പുറമെ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് ഇതിനെ നമ്മുടെ റാങ്കുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും എത്താൻ ഒരു ഫാമിലി പാക്ക് രൂപത്തിൽ 3 പ്രൊഡക്റ്റ് ഒരാൾ പർച്ചേസ് ചെയ്ത് വരിക. 3 പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 14,157 ആണ്. അതായത് GST അടക്കമാണ്. അപ്പോൾ ഈ ഒരു 14,157 രൂപ കൊടുത്ത് വരുന്ന വ്യക്തികൾക്ക് ഒരു 3,12,000 നോൺ വർക്കിംഗ് ഇൻകമായിട്ട് ലഭിക്കും. അത് കമ്പനിയിൽ ഒരൊറ്റ ലൈനിലാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് സീനിയോറിറ്റി ലെവലിൽ അവിടെ ആദ്യത്തെ 8 പേര് വരുമ്പോൾ ഫസ്റ്റ് ആൾക്ക് 12,000, സെക്കൻഡ് അങ്ങനെ 8 പേരുടെ 16 പാക്കറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു അടുത്ത 60,000, അടുത്ത 24 പേര് കംപ്ലീറ്റ് ആകുമ്പോൾ 2,40,000. അതൊരു സീനിയോറിറ്റി ക്രമത്തിലാണ്. അതിന് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോൺ വർക്കിംഗ് ഇൻകമായിട്ട് അത് എൻജോയ് ചെയ്യാം. അത് എത്രത്തോളം കമ്പനിയിൽ ഫാമിലി പാക്ക് ആളുകൾ എടുത്ത് കടന്നു വരുന്നു അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് അത് പോകുന്നുണ്ട്. ഓൾറെഡി ഞാനെല്ലാം അതിനെ എൻജോയ് ചെയ്യുന്നതാണ്. എൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയസിൽ കാണാൻ പറ്റും. അതിൻ്റെ ഓരോ അനുഭവങ്ങളും നമ്മളവിടെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ പരമാവധി ഫാമിലി പാക്ക് എടുത്ത് വന്നാൽ തന്നെ നമുക്ക് ആ റാങ്കുകളും എത്താനുള്ള ഒരു നല്ലൊരു ചവിട്ടുപടിയാണ്. കാരണം റാങ്കിലേക്ക് എത്താൻ ഫസ്റ്റ് റാങ്കിലെത്താൻ 4 BV, ഇവിടെ ഒരു ഫാമിലി പാക്ക് എടുക്കുന്നവർക്ക് 3 BV അവിടെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഫാമിലി പാക്ക് മാത്രം പ്രൊമോട്ട് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് എല്ലാ റാങ്കുകളും കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാം. ഈ ഫാമിലി പാക്ക് എടുക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ CCM കാറ്റഗറി കൂടിയുണ്ട്. CCMലേക്ക് എത്താൻ നിങ്ങൾ ഫാമിലി പാക്ക് എടുക്കുക. അതിനുശേഷം 10 ഡയറക്റ്റ് റെഫറലായിട്ട് ഫാമിലി പാക്ക് എടുത്ത് ആളുകളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബോർഡിലേക്ക് അതായത് CCMലേക്ക് എത്താൻ പറ്റും. ആ CCMൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മന്ത്ലി നിങ്ങൾ വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 5% നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അധികം. അത് പുറമെ ഇയർലി നമുക്ക് റീചാർജ് വരുമാനത്തിൽ അതായത് ജനുവരി 13-ന് 1924 നമുക്ക് ലഭിച്ച ആ ഒരു ഭാഗ്യം റീചാർജിലൂടെ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് മൊബൈൽ റീചാർജ് ചെയ്യാതെ ഒരാളും തന്നെ ഉറങ്ങില്ല.
ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് കമ്മ്യൂണിറ്റീനെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് മൊബൈൽ റീചാർജ് ചെയ്യിപ്പിക്കാൻ മാത്രം ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഫാമിലി പാക്ക് എടുത്ത് വരുന്ന വ്യക്തികൾ 3% എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് 3% നമുക്ക് ഓരോ ആൾ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി അക്കൗണ്ടിലേക്ക് വാലറ്റിൽ തരും. 250 രൂപയാകുമ്പോൾ അത് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാമിലി പാക്ക് എടുക്കുന്നവർക്ക് വളരെ അധികം ബെനിഫിറ്റ് വന്നു 3,12,000 3 ഘട്ടങ്ങളിലായിട്ട് കിട്ടും. അത് സീനിയോറിറ്റി ക്രമത്തിലാണ്. അതിന് പുറമെ CCMലേക്ക് എത്താനുള്ള ഒരേ ഒരു ചവിട്ടുപടി ഈ ഫാമിലി പാക്ക് എടുക്കുക എന്നതാണ്. CCMലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം, അതായത് ഓൾ ഓവർ നടക്കുന്ന റീചാർജിൻ്റെ 10% നമുക്ക് CCMലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് DCMലേക്കുള്ള എത്താനും ഈ ഒരു CCM വേണം. CCMൽ എത്തണമെങ്കിൽ ഡയറക്റ്റ് റെഫറലായിട്ടുള്ള CCMനെ നമ്മളൊരു 10 പേരെ ക്രിയേറ്റ് ചെയ്യണം. അതായത് CCM ആയവർക്ക് അവിടെ എൻജോയ് ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ബോർഡിൽ 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ബോർഡിലേക്കും നമുക്ക് അംഗമാകാം. അവിടെ 10% നമുക്ക് മന്ത്ലി വാങ്ങിക്കുന്ന വരുമാനം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത്. ഇനി ബാക്കി വിശദമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പല വീഡിയോകളുണ്ട്, കുറേ സമയം എടുത്തിട്ടുള്ളതുണ്ട്, കുറച്ചായിട്ടുള്ളതുണ്ട്. എല്ലാം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒക്കെ പഠിച്ച് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. ഇത് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ബിസിനസ്സാണ്. ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമില്ല. ലൈഫ് ടൈം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഈ ഒരു ബിസിനസ്. ഈ ബിസിനസ്സിലൂടെ മാത്രം നിങ്ങൾക്ക് ഡെയിലി എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കോൺഫിഡൻസോടുകൂടി പഠിച്ച് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.